പ്രതീക്ഷിച്ചതുപോലെ സംഭവിച്ചു. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, CNG വില ഉയർന്നു. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 3 രൂപ വീതവും CNGക്ക് കിലോയ്ക്ക് 2 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. വിലവർധനയ്ക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് നോക്കിയിരിക്കുകയായിരുന്നു കേന്ദ്രം. പശ്ചിമേഷ്യൻ യുദ്ധ പശ്ചാത്തലത്തിലുണ്ടായ പ്രതിസന്ധികളെ മുറുക്കിയെടുത്ത് നേരിടാൻ പ്രധാനമന്ത്രിയുടെ ആഹ്വാനം എത്തിയപ്പോഴേ വിലവർധന നീക്കം മണത്തിരുന്നു. നിത്യസാധനങ്ങളുടെ വിലയിൽ 1 രൂപ വർദ്ധിക്കുന്നത് പോലും താങ്ങാനാവാത്ത അവസ്ഥയിലായിരിക്കുന്ന ജനത്തിന് കനത്ത ആഘാതമാണ് ഈ വിലവർധന. തീരുമാനം സംസ്ഥാനത്തെ വിലക്കയറ്റം കൂടുതൽ രൂക്ഷമാക്കുകയും സാധാരണ കുടുംബങ്ങളുടെ മാസ ബജറ്റ് വീണ്ടും താളം തെറ്റിക്കാൻ ഇടയാക്കുകയും ചെയ്യും. ആഗോള ക്രൂഡ് ഓയിൽ വിപണിയിലെ അനിശ്ചിതത്വവും പശ്ചിമേഷ്യയിലെ സംഘർഷവും ചൂണ്ടിക്കാട്ടിയാണ് എണ്ണ കമ്പനികൾ വിലവർധന ന്യായീകരിക്കുന്നത്. എന്നാൽ ഈ വിശദീകരണത്തിനപ്പുറം രാഷ്ട്രീയവും സാമ്പത്തികവുമായ വലിയ ചോദ്യങ്ങളാണ് ഉയരുന്നത്. ഈ വിഷയത്തിൽ സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുകയാണ് ഇന്ധനവില വർധന എണ്ണ കമ്പനികളുടെ പകൽ കൊള്ളയും. സംസ്ഥാനത്തെ പല ജില്ലകളിലും പെട്രോൾ വില ലിറ്ററിന് 107 മുതൽ 110 രൂപ വരെയും ഡീസൽ വില 95 മുതൽ 99 രൂപ വരെയുമായി ഉയർന്നു കഴിഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള എണ്ണ വിലയിലുണ്ടായ വർധനയാണ് ഇപ്പോൾ ഇന്ധനവില കൂട്ടാൻ കാരണമായി കേന്ദ്ര സർക്കാർ പറയുന്നത്. ആഗോളതലത്തിലുള്ള വിലവർധനയുടെ ആഘാതം ജനങ്ങളെ നേരിട്ട് ബാധിക്കാതിരിക്കാൻ എക്സൈസ് ഡ്യൂട്ടി കുറച്ചും മറ്റും പരമാവധി പിടിച്ചു നിന്നുവെന്നും ഗത്യന്തരമില്ലാതെയാണ് വർധനയ്ക്ക് നിർബന്ധിതമായതെന്നുമാണ് സർക്കാരിന്റെ ന്യായം. 4 വർഷത്തിനു ശേഷമാണ് ഇത്രയും വലിയ വിലവർധന. ദിവസങ്ങൾക്ക് മുൻപ് വാണിജ്യ സിലിണ്ടറിന്റെ വില കുത്തനെ കൂട്ടിയ നടപടികളുടെ തുടർച്ചയായ ഇപ്പോഴത്തെ നീക്കങ്ങളെയും കാണാനാവും. 2020 മുതൽ 2026 വരെയുള്ള 6 വർഷത്തിനിടെ കേരളത്തിൽ പെട്രോൾ വിലയിൽ ഏകദേശം 30 രൂപയിലേറെയും ഡീസൽ വിലയിൽ 25 രൂപയിലേറെയും വർധനവുണ്ടായി എന്നാണ് കണക്ക്. ഇതോടെ സ്വകാര്യ വാഹന ഉടമകൾ മുതൽ പൊതുഗതാഗത മേഖലയിലുള്ളവർ വരെ എല്ലാ വിഭാഗങ്ങളും കടുത്ത സാമ്പത്തിക സമ്മർദ്ദം നേരിടുകയാണ്. ഇന്ധനവില വർധനയുടെ പ്രത്യാഘാതം വാഹനമോടിക്കുന്നവരുടെ ചെലവിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇന്ത്യയിലെ ചരക്ക് ഗതാഗതത്തിന്റെ ഭൂരിഭാഗവും ഡീസലിനെ ആശ്രയിച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡീസൽ വില ഉയരുമ്പോൾ പച്ചക്കറി മുതൽ പാൽ, പലചരക്ക് സാധനങ്ങൾ, നിർമ്മാണ സാമഗ്രികൾ, ഓൺലൈൻ ഡെലിവറി, ബസ് ചാർജ്, വിമാന ടിക്കറ്റ് തുടങ്ങി എല്ലാ മേഖലകളിലും വിലക്കയറ്റം അനുഭവപ്പെടും. ട്രാൻസ്പോർട്ട് ചെലവ് കൂടുമ്പോൾ അതിന്റെ ഭാരം ഒടുവിൽ ഉപഭോക്താവിന്റെ മേൽ എത്തിച്ചേരുന്നതാണ് പതിവ്. ഓട്ടോ, ടാക്സി, സ്വകാര്യ ബസ്, ലോറി ഉടമകൾ ഉടൻ ചാർജ് വർധന ആവശ്യപ്പെട്ട് രംഗത്തെത്തിയേക്കും. നിലവിലെ നിരക്കിൽ സർവീസ് നടത്തുന്നത് നഷ്ടമാണ് എന്നാണ് വാഹന ഉടമകളുടെ നിലപാട്. ചരക്ക് ലോറികൾ, സ്കൂൾ ബസ്സുകൾ, മത്സ്യ പച്ചക്കറി വാഹനങ്ങൾ എന്നിവയുടെ ഓട്ടച്ചെലവും കൂടും. ഇതിനു പുറമെ മിൽമ പാൽ വിലയിൽ 4 രൂപ വർധന പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതോടെ സാധാരണ കുടുംബങ്ങളുടെ അടുക്കള വിലക്കയറ്റത്തിൽ എരിയും എന്നുറപ്പാണ്. ഭരണകൂടത്തിന്റെ ഒത്താശയിൽ കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി രാജ്യത്തെ എണ്ണ കമ്പനികൾ വലിയ കൊള്ളയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാനാവില്ല. 2011 മൻമോഹൻ സിംഗിന്റെ 2ാം UPA സർക്കാർ ഇന്ധനവില നിയന്ത്രണാധികാരം എണ്ണ കമ്പനികൾക്ക് തീരെഴുതിയതോടെയാണ് എണ്ണക്കൊള്ളയുടെ ആരംഭം. വിലയിടിവിന്റെ ആനുകൂല്യം അപ്പോൾ ജനങ്ങൾക്ക് കൈമാറാനാകും എന്ന വാഗ്ദാനത്തോടെയായിരുന്നു നടപടി. 2017 ജൂൺ മുതലായിരുന്നു അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിൽ വിലയ്ക്ക് അനുസൃതമായി ദിവസേന വില പുതുക്കി നിശ്ചയിക്കുന്ന രീതി നിലവിൽ വന്നത്. എന്നാൽ രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കയറുമ്പോൾ രാജ്യത്തും പെട്രോൾ, ഡീസൽ വില കയറുമെന്നല്ലാതെ രാജ്യാന്തര വില കുറയുമ്പോൾ ഇവിടെ കുറയാറില്ല. കുറഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാവും എന്നതാണ് അനുഭവം. ഇന്ധനത്തിന് എക്സൈസ് നികുതിയും മറ്റും കൂട്ടി വില കുറയ്ക്കാതെ പിടിച്ചു നിർത്തി കോർപ്പറേറ്റുകളെ സഹായിക്കാനാണ് സർക്കാരുകൾ ശ്രമിച്ചത്. രാഷ്ട്രീയ ലാഭം നോക്കിയുള്ള വില വർധനവും വില ഇളവും നാം എത്രയോ കണ്ടതാണ്. 2024 മാർച്ചിൽ പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപ് കേന്ദ്രം പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 2 രൂപ വീതം കുറച്ചത് ഓർമ്മയിലുണ്ടാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് 2023 ഓഗസ്റ്റിലാണ് സിലിണ്ടറിന് 200 രൂപ കുറച്ചത്. ഇന്ധനവില നിയന്ത്രണത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നികുതി നയത്തിനും നിർണായക പങ്കുണ്ട്. രാജ്യത്ത് പെട്രോൾ, ഡീസൽ വിലയുടെ വലിയൊരു വിഹിതം കേന്ദ്ര, സംസ്ഥാന നികുതികളാണ്. ആഗോള ക്രൂഡ് വില കുറഞ്ഞപ്പോൾ അതിന്റെ പൂർണ്ണ ഗുണം ഉപഭോക്താക്കൾക്ക് നൽകാതെ നികുതി വർദ്ധിപ്പിച്ച അനുഭവം രാജ്യത്തിനുണ്ട്. ഇപ്പോൾ വീണ്ടും രാജ്യാന്തര വിലക്കയറ്റം ചൂണ്ടിക്കാട്ടി വില കൂട്ടുമ്പോൾ നികുതി ഇളവുകൾ വഴി ജനങ്ങൾക്ക് ആശ്വാസം നൽകാനുള്ള ബാധ്യതയും സർക്കാരിനുണ്ട്. അല്ലാത്തപക്ഷം പൊതുജനങ്ങൾക്കാണ് മുഴുവൻ ഭാരവും വഹിക്കേണ്ടി വരിക. മോദി സർക്കാരിന്റെ ആദ്യ 6 വർഷവും ആഗോള വിപണിയിൽ എണ്ണവില കുറയുക തന്നെയായിരുന്നു. ഇക്കാലയളവിനിടയിൽ 10 തവണയാണ് കേന്ദ്ര സർക്കാർ എക്സൈസ് തീരുവ വർദ്ധിപ്പിച്ചത്. ഒരു ഉദാഹരണം സൂചിപ്പിക്കാം. 2013 അസംസ്കൃത എണ്ണ ബാരലിന് വില $124 ആയിരുന്നപ്പോൾ
ഇന്ത്യയിൽ പെട്രോൾ വില ലിറ്ററിന് 75 രൂപയിൽ താഴെയായിരുന്നു. ഇപ്പോൾ $105 വില ചെന്നു നിൽക്കുന്നത് 109 രൂപയിലാണ്. നികുതിയിൽ ഉണ്ടാകുന്ന സ്വാഭാവിക വളർച്ചയും രൂപ-ഡോളർ വിനിമയ വ്യത്യാസവുമെല്ലാം കണക്കാക്കിയാൽ പോലും നിലവിലെ സാഹചര്യത്തിൽ ഈ പിടിച്ചുപറി ഒഴിവാക്കുകയാണെങ്കിൽ 80 രൂപയിൽ താഴെ മാത്രമായിരിക്കും എണ്ണവില. എന്നാൽ നികുതി കൂട്ടി അതിൽ നിന്ന് കൂടുതൽ ലാഭമെടുക്കാനുള്ള നടപടികളായിരുന്നു ഉണ്ടായത്. കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ സെസ് ഉൾപ്പെടെയുള്ള അധിക നികുതി ഭാരമാണ് ഇന്ധനവില ഉയർന്ന നിലയിൽ തുടരാൻ പ്രധാന കാരണങ്ങളിൽ എന്ന വിമർശനവും ശക്തമാണ്. ഇന്ധനവില ഉയർത്തിയത് സർക്കാരല്ല, പെട്രോളിയം കമ്പനികളാണ് എന്ന വാദം കേന്ദ്ര സർക്കാർ പതിവായി മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്നാൽ അത് യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുന്നില്ല എന്നതാണ് വസ്തുത. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നീ 3 പ്രധാന പൊതുമേഖലാ എണ്ണ കമ്പനികളും കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ളവയാണ്. ഈ കമ്പനികളുടെ വിലനിർണ്ണയത്തിൽ സർക്കാരിന് യാതൊരു സ്വാധീനവുമില്ലെന്ന വാദം വിശ്വസിക്കാൻ പ്രയാസമാണ്. യഥാർത്ഥത്തിൽ ഇത് ഭരണപരമായ മുൻഗണനകളുടെ പ്രതിഫലനമാണ്. കോർപ്പറേറ്റുകൾക്ക് നികുതി ഇളവുകളും വലിയ പദ്ധതികൾക്ക് വൻ പ്രോത്സാഹനങ്ങളും നൽകാൻ സർക്കാരിന് കഴിയുമ്പോൾ സാധാരണ ജനങ്ങളുടെ ജീവിത ചെലവ് നിയന്ത്രിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ അതേ ആത്മാർത്ഥതയിൽ കാണുന്നില്ല. 2015 മുതൽ 2024 വരെയുള്ള കാലയളവിൽ 12.3 ലക്ഷം കോടിയിലധികം രൂപയുടെ കിട്ടാക്കടങ്ങൾ എഴുതിത്തള്ളിയ സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. അതിൽ സിംഹഭാഗവും വമ്പൻ കോർപ്പറേറ്റുകളുടേതാണ്. 3 രൂപയുടെ വർധനവ് നാമമാത്രമാണെന്ന കേന്ദ്ര സർക്കാരിന്റെ ന്യായീകരണം എണ്ണവില വർധനവ് സൃഷ്ടിക്കുന്ന ആഘാതം കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ടാണെന്ന് പറയാതിരിക്കാനാവില്ല. സമ്പന്നരും അതിസമ്പന്നരുമായ ഒരു ചെറു വിഭാഗം ഒഴിച്ച് ജനസംഖ്യയിലെ 89%ന്റെയും നടുവൊടിക്കുന്ന ഭാരമാണ് കേന്ദ്ര സർക്കാർ ഇന്ധനവില വർധനവിലൂടെ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. ഒരു ഭാഗത്ത് തൊഴിലില്ലായ്മയും സാമ്പത്തിക അനിശ്ചിതത്വവും നിലനിൽക്കുമ്പോൾ മറുവശത്ത് ഇന്ധന പാചകവാതക വില വർധന ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലാക്കും. വേതന വർധനവില്ലാതെ നിത്യോപയോഗ സാധനങ്ങളുടെ വില മാത്രം കുതിച്ചുയരുമ്പോൾ അത് സമൂഹത്തിലെ ഭൂരിഭാഗം വരുന്ന സാധാരണ കുടുംബങ്ങളെ വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ദുരിതപൂർണമായ ജീവിതത്തിന് ആശ്വാസം നൽകാനും വില വർധന തടഞ്ഞു നിർത്താനുമുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായേ തീരൂ. അല്ലാത്ത പക്ഷം ജനരോഷം ഭരണകൂടത്തിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധങ്ങളായി തെരുവുകളിലേക്ക് പടരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതോടുകൂടി സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.